ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് കട്ട്ലേറ്റാണ്. ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു നല്ല ടേസ്റ്റി കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ ലഞ്ച് ബോക്സിന് കുട്ടികൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഹെൽത്തിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 ബോയിൽ പൊട്ടാറ്റോ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പീനട്ട്സ് റോസ്റ്റ് ചെയ്തിട്ടുള്ള തൊലി കളഞ്ഞത്, കറി ലീവ്സ്, പച്ചമുളക്, ക്യാരറ്റ്, ഒരു വെല്ലുള്ളി അരിഞ്ഞത്. അപ്പോൾ ആദ്യം പാൻ ചൂടാക്കുക. പിന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ഇഞ്ചി നമ്മൾ മൂപ്പിച്ചെടുക്കും. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിക്കുക. ഇഞ്ചി മൂത്ത് കഴിഞ്ഞാൽ നമ്മളിനി പച്ചമുളക് ചേർക്കും. പച്ചമുളകും നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മൂപ്പിക്കുക. പിന്നെ കരിവേപ്പില ഇടുക. ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്യുക. ഒക്കെ മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ വെല്ലുള്ളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർക്കും. ഇത് വെല്ലുള്ളി നന്നായിട്ട് അത് സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് വാട്ടിയെടുക്കുക. അധികം വാടണ്ട, അധികം ബ്രൗൺ ആവണ്ട, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ വാട്ടിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളി ബ്രൗണായി. എന്നിട്ട് ബീറ്റ്റൂട്ട് ആഡ് ചെയ്യുക, ക്യാരറ്റും ആഡ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് സോട്ട് ചെയ്യുക, അത് കുക്കാവുന്നവരെ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് വീണ്ടും സോട്ട് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട്. ഇനി നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പൊട്ടാറ്റോസ് അതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ബീട്രൂട്ടിനേക്കാളും കൂടുതൽ പൊട്ടാറ്റോ ആവാൻ പാടില്ല. അപ്പം ഒരു ടേസ്റ്റ് വളരെ വ്യത്യാസം വരും. അപ്പം ഞാൻ ആദ്യം 2 പൊട്ടാറ്റോ ആഡ് ചെയ്ത് നോക്കി. അപ്പം കുറവായിരുന്നു. 3ാമത്തെ പൊട്ടാറ്റോ ഞാൻ ലാസ്റ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് നോക്കാം. പിന്നെ മല്ലിച്ചപ്പ് ഇടുക. പിന്നെ നമ്മുടെ പീനട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുക. നല്ലൊരു ഫ്ലേവർ തരും. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കുക കൈ കൊണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുക്കും. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യും. എന്നിട്ട് വെള്ളം കുറച്ചായി ആഡ് ചെയ്ത് കലക്കി നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കുക. സ്മൂത്ത് മിക്സ്ചർ ആക്കിയിട്ട് എടുക്കുക. കട്ട ഒന്നും പാടില്ല, കട്ടയൊക്കെ അടക്കണം. പിന്നെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ കട്ട്ലേറ്റ്സ് ഉരുട്ടാൻ തുടങ്ങും. ആദ്യം ഉരുളകളാക്കുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്തെടുക്കുക. എന്നിട്ട് കോൺ സ്ലറിയിൽ ഒന്ന് മുക്കിയിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ കട്ട്ലേറ്റ്സ് ചെയ്തെടുക്കുക. ആദ്യം കോൺഫ്ലവർ സ്ലറിയിൽ മുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. കോൺഫ്ലവർ സ്ലറിയിൽ കോട്ട് ചെയ്തെടുത്ത് മുക്കിയിട്ടെടുക്കുമ്പം നല്ല ക്രിസ്പായി കിട്ടും പൊരിക്കുമ്പം. നിങ്ങൾക്ക് എഗ്ഗ് വേണേൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈദ വേണേൽ യൂസ് ചെയ്യാം. ഇനി നമ്മൾ കട്ട്ലേറ്റ്സ് പൊരിച്ചെടുക്കും. കുറച്ച് എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി. എല്ലാം നിങ്ങൾക്ക് വേണേൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ അത്ര എണ്ണ യൂസ് ചെയ്യുന്നില്ല.
ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഓരോ ഭാഗം 5 മിനിറ്റ് വീതം കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ്സ് റെഡിയായി. ഓരോ ഭാഗം 5 മിനിറ്റ് വീതം നല്ല മുരിഞ്ഞ് വരുന്നവരെ നന്നായിട്ട് പൊരിക്കുക. അപ്പോൾ നമ്മുടെ കട്ട്ലെറ്റ് റെഡിയായി. നല്ല ക്രിസ്പാണ് ഔട്ട് സൈഡ്, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇത് നല്ല സോസിൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.